നെന്മാറ ഒലിപ്പാറ റോഡ് നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 1 ഹർത്താൽ ആചരിക്കും. തുടർച്ചയായ ഉറപ്പുകൾ ലംഘിച്ചതുകൊണ്ടാണ് ഹർത്താലെന്ന് സമരസമിതി. ഏപ്രിൽ 1 രാവിലെ 8:30 ഒലിപ്പാറയിൽ നിന്നും നെന്മാറയിലേക്ക് വാഹനങ്ങളുമായി പ്രതിഷേധ റാലി നടത്തും. മുൻപ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും MLA ഇടപെട്ട് പരിഹാരം നിർദ്ദേശിച്ചിരുന്നു. മാർച്ച് 28 മുമ്പ് ടാറിംഗ് ചെയ്യാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പണി തുടങ്ങാനാവശ്യമായ ടാർ കിട്ടാനില്ലെന്ന് പറഞ്ഞാണ് പണി നിർത്തിവെച്ചിരിക്കുന്നത്. 31 മുമ്പ് കയറാടി വരെയുള്ള മുഴുവൻ ജോലികളും പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ കരാറുടമയുടെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. MLA കെ ബാബു കുത്തിയിരിപ്പ് സമരം നടത്തിയെങ്കിലും തീർപ്പായില്ല. ടാറിംഗ് ഇല്ലെങ്കിലും ഒലിപ്പാറ വരെയുള്ള ഭാഗത്ത് മെറ്റൽ വിരിച്ചിട്ട് ഗതാഗത യോഗ്യമാക്കാൻ പോലും തയ്യാറായിട്ടില്ല. അടിയന്തരമായി പണി തുടങ്ങാനുള്ള നടപടിയും കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. മുൻകൂട്ടി പറഞ്ഞ ഉറപ്പുകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കരാറുകാരനും മുന്നോട്ട് പോകുന്നത്. MLAയുടെ മുന്നിൽ എയും അതുപോലെ തന്നെ ഇയും ഒക്കെ വന്ന് ഉറപ്പ് കൊടുത്ത് പോയതാണ്. ഇന്ന് അവരുടെ പൊടി പോലുമില്ല അവിടെ കാണാൻ. ഇവിടുത്തെ റോഡിൻ്റെ പൊടി കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിവിടെയില്ല, കരാറുകാരനിവിടെയില്ല, അതുപോലെ തന്നെ അധികാരികളില്ല. ഇങ്ങനെ അനാഥമാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു തർക്കവുമില്ല. ഈ ഹർത്താലും അതുപോലെ തന്നെ പ്രതിഷേധ റാലിയും കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ ഈ ഓഫീസുകളിലേക്കും ജനപ്രതിനിധികളുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ കരാറുകാരൻ എവിടെയാണെങ്കിലും അങ്ങോട്ടുള്ള ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികൾ, സമരപരിപാടികൾ ശക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമര കൗൺസിൽ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോകും. നിവൃത്തികേട് കൊണ്ട് നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിലവിൽ ഈ പറയുന്ന ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇനി വരുന്ന ഇലക്ഷനുണ്ട്. ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടയോ, നിഷേധിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പല സമരങ്ങളുമായി ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ റോഡ് കറക്റ്റ് ആവുന്നത് വരെ അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഈ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഈ ഹർത്താൽ നമ്മൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും കൂടി ഈ സമൂഹത്തിൽ ഈ നാട്ടിലുള്ളതായ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതായ ഈ സമര പരിപാടിയിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഈ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. 3 വർഷം മുമ്പാണ് കേന്ദ്ര സർക്കാർ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഉൾപ്പെടുത്തി 16.5 കോടി രൂപ ചിലവിൽ നവീകരണം ആരംഭിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.